ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഗ്രിഡ് വരയ്ക്കാം എന്നതിനെ പറ്റി. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം നമുക്ക് ഗ്രിഡ് ലൈനിൽ എങ്ങനെ നമുക്ക് ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഗ്രിഡ് ലൈനാണോ നമ്മളെ ഫേസിൻ്റെ ഷേപ്സ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഓരോ സ്ക്വയേഴ്സിന് കറക്റ്റായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് പെൻസിൽ 2B പെൻസിലാണ്. 2B മെക്കാനിക്കൽ പെൻസിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2B വരച്ചാൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. നമുക്ക് ഔട്ട്ലൈൻസൊക്കെ കുറച്ച് കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ സ്ക്വയേഴ്സിലാണ് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഓരോരോ സ്ക്വയേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ. അപ്പോൾ ഒരു സ്ക്വയേഴ്സ് നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം ടോട്ടലി നമ്മളെ ഔട്ട്ലൈൻസ് ഫുള്ളായിട്ട് നമുക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ വരയ്ക്കാൻ വേണ്ടി. നമ്മൾ ഫേസിൻ്റെ റൗണ്ട് ഷേപ്സ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. കണ്ണിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ കൺപോള ഏത് സ്ക്വയറാണ് വരുന്നത് അത് നമ്മൾ നോക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് ഒരു സ്ക്വയറിൻ്റെ പകുതിയിൽ അധികം വരുന്നുണ്ടോ അതുപോലെ തന്നെ പകുതിയിൽ വരുന്നുണ്ടോ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു കണ്ണ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൊട്ട് ഞാൻ അവിടെ വരച്ചു. അതിനുശേഷം അടുത്ത കണ്ണ് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്ക്വയറിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ നോക്കുക. ഒരു സ്ക്വയേഴ്സിൽ എത്രയ്ക്ക് നമ്മൾ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ കൺപീലി അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകൾ വശത്ത് അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ വരച്ചെടുത്തു. പിന്നെ മുടി ഭാഗം എങ്ങനെയൊക്കെയാണ് മുടി പോകുന്നത് അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈനായിട്ട് ഞാനിവിടെ ഇട്ടു. പിന്നെ നമ്മൾ മൂക്കിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. അപ്പോൾ മൂക്കിൻ്റെ ഭാഗം എങ്ങനെയാണോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ സ്ക്വയേഴ്സിലൂടെയാണോ മൂക്ക് പൊസിഷൻ പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ലിപ്പിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. ലിപ്പ് ഏതൊക്കെ സ്ക്വയേഴ്സിലാണോ പോകുന്നത് എത്ര ഭാഗം പോകുന്നുണ്ട് അത് നമ്മൾ മെഷർമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഞാൻ മുകൾ വശത്തെ ചുണ്ട് ഞാൻ വരച്ചു. പിന്നെ അതിൻ്റെ പല്ലിൻ്റെയാണ് മെയിൻ. എല്ലാ കൂട്ടുകാർക്കും മെയിനായിട്ട് തെറ്റുന്നൊരു ഭാഗമാണ് പല്ലിൻ്റെ പോർഷൻ. അപ്പോൾ പല്ലിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. പിന്നെ നമ്മൾ ഷെയ്ഡിങ്സിലാണ് നമ്മൾക്ക് മാക്സിമം ഇത് ക്ലിയർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈനിൽ നമുക്ക് അത്ര പെർഫെക്റ്റ് വരണം എന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷെയ്ഡിങ്സ് നമ്മളായിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. കഴുത്തിൻ്റെ പിന്നെ അതുപോലത്തെ മുടിയുടെ ഭാഗം മുടി എങ്ങനെയൊക്കെയാണോ പോയിട്ടുള്ളത് ആ ഡയറക്ഷൻ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ അടുത്തത് കൈയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. കൈയുടെ ആ ക്ലോത്തും ആ കാര്യങ്ങളും ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക. പിന്നെ കൈ എങ്ങനെയൊക്കെയാണ് പോകുന്നത് ഓരോ സ്ക്വയറോടെ നമ്മൾ നോക്കിയിട്ട് ഒബ്സർവേഷൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പുറത്തെ കയ്യിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരു പോർഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ഓരോ ലൈൻ ഓരോ സ്ക്വയർസ് ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് പിടിക്കുന്ന ഒരു പിക്ചറാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ കറക്റ്റായിട്ട് ഓരോ സ്ക്വയർസ് ഞാനിവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഇതിൻ്റെ ബെസ്റ്റായിട്ട് ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം എന്ന ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.